ഹലോ, ഞാനൊരു വീഡിയോ ചെയ്യാൻ പറ്റുമെന്നായിട്ട്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ഇരട്ടച്ചങ്ക അല്ലേ. അപ്പോൾ ഇന്നാളൊരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഞാനത് കേട്ടു. ഇന്നലെ അല്ല, മിനിയാന്നാലാന്ന് മറ്റായിരുന്നു, ഞാൻ മൊബൈലിലാണ് കണ്ടത്. അപ്പോൾ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താണ്, ദാരിദ്ര്യമുക്ത കേരളം അല്ലേ. ഈ ദാരിദ്ര്യം എന്താണെന്ന് അങ്ങോർക്ക് അറിയുമോ? ഒരു പണ്ട് എന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം പാർട്ടിയിൽ കൊടിയും പിടിച്ച് നടക്കുന്ന ഒരു കാലഘട്ടം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. എന്നിട്ടാണല്ലോ അങ്ങനെ ഇതിലേക്ക് വലിയ സ്ഥാനത്തേക്ക് ഓരോ സ്ഥാനങ്ങൾ കഴിഞ്ഞിട്ടല്ലേ മുഖ്യമന്ത്രി ആയതിപ്പോൾ അപ്പോൾ അന്നറിയുമായിരിക്കും. പക്ഷേ ഇന്ന് കോടികളുടെ ആസ്തിയുള്ള കാരണം ആൾക്കറിയില്ല എന്താണെന്നുള്ളത്. പട്ടിണി അതൊന്നും അറിയില്ല. അപ്പം ഞാൻ പറയുന്നത് പറഞ്ഞാൽ ദാരിദ്ര്യമുക്ത കേരളം ഇന്നും നമ്മുടെ ആയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഇരിക്കാനൊരു കൂരയാണ് വേണ്ടത്. അതായത് പട്ടിണി ആണെങ്കിലും ചുരുണ്ട് കൂടി നമുക്ക് കിടക്കാനൊരു സ്ഥലം. അതിന്ന് എത്ര ആൾക്കാർക്ക് എന്നറിയില്ല. കുറേ ആൾക്കാർക്ക് ഇന്നും വീടില്ലാത്ത ആൾക്കാരുണ്ട്. അതിൽ ഒരാളാണ് ഞാൻ. വീടില്ല, വാടകയ്ക്കാണ് താമസിക്കുന്നത്. പിന്നെ നമുക്ക് റേഷൻ കടയിൽ നിന്നാണെങ്കിൽ 3 ആൾക്ക് കൂടിയിട്ട് 4 12 കിലോ അരിയാണ് കിട്ടുന്നത്. പിന്നെ നമ്മൾക്ക് കിട്ടുന്നത് ഇപ്പോൾ ഈ 4-ാം തീയതി 5-ാം തീയതി തൊട്ടോ 4-ാം തീയതി തൊട്ടോ നമ്മൾ മേടിച്ചാൽ പിന്നെ നമുക്ക് കിട്ടുന്നത് അടുത്ത മാസമാണ് നമുക്ക് വീണ്ടും 4 കിലോ അരി കിട്ടുന്നത്. കഞ്ഞി വെച്ചാൽ പോലും ആ 4 കിലോ അരി ഒരാൾക്ക് തികയത്തില്ല. പിന്നെ നമ്മൾ വേറെ മേടിക്കണം. പിന്നെ പെൻഷനാണെങ്കിൽ ഒരു നിശ്ചയ ഡേറ്റിന് നമുക്ക് പെൻഷൻ എന്ന് പറയുന്ന സംഭവം കിട്ടാറില്ല. അപ്പോൾ ഈ 4 കിലോ അരിയും കിട്ടി ഈ 1600 രൂപയും കിട്ടിയിട്ട് ഒന്നും ആകില്ല. ഒരു അസുഖമുള്ളൊരു മനുഷ്യനാണെങ്കിൽ മരുന്ന് മേടിക്കണം, പച്ചക്കറി മേടിക്കണം, എണ്ണ, സോപ്പ് എല്ലാം. ഒരു കുടുംബമാണെങ്കിലും ഈ പറഞ്ഞ സാധനങ്ങൾ മേടിക്കണം. ഒറ്റയ്ക്ക് ഒരാൾ താമസിക്കുകയാണെങ്കിലും ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും മേടിക്കണം. ഉള്ള ആൾക്കാർക്ക് ഒരു പ്രശ്നവുമില്ല. പിച്ചക്കാരാണെങ്കിൽ പിച്ചക്കെങ്കിലും പോവാം. ഈ ഇടനിലക്കാർ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഞാൻ പിച്ചയ്ക്ക് പോവുകയാണ്, എനിക്ക് ആരെങ്കിലും തരുമോ? എന്താ പറയുക ആൾക്കാർ? ഇവൾക്ക് ജോലിക്ക് വയ്ക്കൂടെ എന്ന് പറയും. വല്ല ആണുങ്ങൾ മൂശേട്ടകെട്ട ആണുങ്ങളുണ്ട്, അവരാണെങ്കിൽ പറയും വന്ന് എൻ്റെ കൂടെ കിടന്നിട്ട് കാശ് തരാൻ പറയും. ആ കാലഘട്ടമാണ് നമ്മുടെ നാടല്ല മൊത്തത്തിലുള്ളത്. പക്ഷേ ഞാൻ മൊത്തത്തിലുള്ളത് പറയില്ല, ഞാൻ കേരളത്തിലത്തെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കും? അതാ ഞാൻ പറഞ്ഞത്, ഇരിക്കാനെങ്കിലും ഒരു വീടിനെ നമുക്ക് എങ്ങനെയെങ്കിലും പട്ടിണിയാണെങ്കിലും പാടാണെങ്കിലും ചുരുണ്ടെങ്കിലും കിടക്കാൻ പറ്റും. വീടില്ലാത്ത ഞാൻ എന്ത് ചെയ്യും? ഞാനിന്നൊരു വീട്ടിൽ താമസിക്കുന്നത് 5000 രൂപ വാടകയാണ്. മനസ്സിലായ? ആര് തരും? 2 മാസം. ഇപ്പോൾ 1 മാസം ഞാൻ കണ്ണിൻ്റെ ഓപ്പറേഷൻ കണ്ടുപോയി. ഈ കണ്ണാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. എനിക്കിതിവിടെ ഒരു തടസ്സം എന്താണെന്നറിയില്ല. ഈ പ്രാവശ്യം ഞാൻ റെസ്റ്റൊന്നും ഇരുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ട് കുറേ അലഞ്ഞു വീട് മാറാൻ വേണ്ടിയിട്ട്. നമുക്ക് വീട് എടുക്കുമ്പോൾ നല്ല വീട്ടുകാരാണ് കിട്ടുകയാണെങ്കിൽ കാലങ്ങളോളം നമുക്കതിലിരിക്കാം. ഒരു സൈസ് മൂശയായിട്ട് ആൾക്കാരുണ്ട്. പടി തുറക്കാൻ പറ്റില്ല, വീട്ടിൻ്റെ ഉള്ളിൽ സൗണ്ട് കേൾക്കാൻ പാടില്ല, ഉറക്കിച്ചിരിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട്. ഒറ്റയ്ക്കൊരു വീടൊക്കെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടാനുസരണമാണ്. അപ്പം അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഈ 1600 രൂപ കിട്ടിയിട്ട് 5000 രൂപ വാടക കൊടുക്കാൻ പറ്റുമോ? 4 കിലോ അരി കഴിഞ്ഞ് നമുക്ക് അരി വാങ്ങാൻ പറ്റുമോ? പച്ചക്കറി മേടിക്കാൻ പറ്റുമോ? മരുന്ന് മേടിക്കും. അപ്പോൾ എന്ത് കേരളം? ദാരിദ്ര്യമുക്ത കേരളം എന്ത് കേരളം പറ? ഇന്ന് തമിഴ്നാട്ടിലൊക്കെ പോയാൽ എന്തെല്ലാം മില്ലുകളാണ് നമുക്ക് അവിടെ പോയി ജീവിക്കുന്നത്. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? ഈ വീട്ടുപണി, തുണിക്കടയിൽ നിൽക്കുക, മരുന്ന് കടയിൽ നിൽക്കുക, അങ്ങനെയല്ലാണ്ട്. അപ്പോൾ ദാരിദ്ര്യമുക്ത കേരളമൊന്നും നമ്മുടെ ആയിട്ടില്ല, എപ്പോൾ ആകുന്നറിയില്ല. അപ്പോൾ ഇനിയെങ്കിലും നല്ലൊരു ഭരണം വരട്ടെ, കാത്തിരിക്കാം. ഗുഡ് ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ചെയ്യും, ലൈക്ക് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്താ പറയുക, കമൻറ്റ് സൗകര്യമില്ല. വീഡിയോ ആണെങ്കിലും ഒരു 10 മിനിറ്റ് 7 മിനിറ്റെങ്കിലും കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇപ്പം ഞാൻ ഇടുന്ന വീഡിയോ 5 മിനിറ്റിൻ്റെ വീഡിയോ. ഓക്കെ, ബൈ.